ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ വീഡിയോ ഒന്ന് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് മെയ് 2025 ലോയുടെ എക്സാമിനേഷൻ എഴുതുന്ന സ്റ്റുഡൻസിനുള്ള ഒരു മെജോറിറ്റി ഒരു ഡൗട്ടാണ് സാറേ, ലോ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ലാംഗ്വേജിൽ എഴുതാൻ പറ്റുമോ? കാരണം ഞാൻ സാറേ എനിക്ക് ഇത്രയൊന്നും പഠിക്കാൻ പറ്റത്തില്ല, ഇത് മനഃപ്പാഠം ചെയ്യണോ, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ഈ സെക്ഷൻസ് ഒക്കെ എങ്ങനെ റിമെമ്പർ ചെയ്യാന്നൊരു വീഡിയോ നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ ആൻസർ എഴുതാമെന്നും എങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ഡൗട്ട് അതേപോലെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ ടാസ്ക് ആണ് സാർ, എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് പല സ്റ്റുഡൻസും എന്താണ് മെസ്സേജ് ആക്കി ചോദിക്കുന്നു. അപ്പോൾ നമുക്കെന്താണ് അതിനൊരു ചെറിയൊരു പരിഹാരം നമുക്കൊന്ന് കാണാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. കോൺസെപ്റ്റ് ഇതാണ്, നമ്മൾ ഓൺ ആയിട്ട് എഴുതാൻ പറ്റുമോ? ഓൺ വേർഡ്സ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് ഓൺ വേർഡ്സ്? അത് നമ്മൾ ആദ്യമേ ഒന്ന് ഡീകോഡ് ചെയ്യണം. ഈ ഓൺ എന്ന് പറയുമ്പോൾ സ്വന്തം വാക്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതുന്നത് ഇംഗ്ലീഷ് തന്നെയാണല്ലോ, അല്ലാതെ മംഗ്ലീഷ് ഒന്നും തന്നെയല്ലല്ലോ. ഇനി അതിൻ്റെ അകത്ത് വലിയൊരു പ്രോബ്ലം സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത്, സാറ് ഞാൻ മലയാളം മീഡിയം സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും തന്നെ അറിയത്തില്ല. ഇവിടെ ഇംഗ്ലീഷ് വേണ്ട. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ട് രീതി നമ്മൾ എഴുതും. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് ഇറ്റ് ഈസ്, എന്താണോ ബുക്കിലുള്ളത് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അത് നമുക്ക് ഇംഗ്ലീഷിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് വി ആർ റൈറ്റിംഗ് ദ സെയിം തിങ്. നമ്മൾ മനഃപ്പാടമൊക്കെ ചെയ്ത് ഇങ്ങനെ വായിച്ച് നമ്മൾ അതേപോലെ എഴുതുന്നത്. ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താണ്, അതാണ് നമ്മുടെ ഇവിടെ വരുന്നത് ഓൺ വേർഡ്സ്. ഈ ഓൺ വേർഡ്സിൽ എഴുതുമ്പോൾ നമുക്ക് എന്ത് വേണം? ഇംഗ്ലീഷ് വേണം. അവിടെയാണ് ഈ പ്രശ്നമാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷിന് നമ്മൾ എന്താണ്, ഇംഗ്ലീഷ് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് എഴുതാൻ പറ്റാത്തത്. അപ്പോൾ ഏറ്റവും നമ്മൾ ലോ എഴുതുമ്പോൾ ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് എന്താണ്? ആസ് ഇറ്റ് ഈസ് എഴുതുക. അതാണ് ഫസ്റ്റ്. കാരണം നിയമം നമുക്ക് ഒരിക്കലും വളച്ചൊടിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നമുക്കത് പോസിബിൾ അല്ല, മെജോറിറ്റി സ്റ്റുഡൻസിന് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ എനിക്കാണെങ്കിൽ എന്താണ്, എല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഈ പറഞ്ഞ ഒരു ബുക്കിൽ 1200 പേജ് ഉണ്ട്, നമ്മൾ എല്ലാം ഓർത്തിരിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? ഓൺ വേർഡ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ചോദ്യം ഓൺ ആയതുകൊണ്ടല്ല, വേർഡ്സ് എന്താണ്, എല്ലാം നമ്മുടെ സ്വന്തമാണ്. അവിടെ യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്താണ്? ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അപ്പോൾ എല്ലാം നമുക്ക് എഴുതാൻ പറ്റില്ല, അതേപോലെ എഴുതാൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ എഴുതുന്ന വേർഡ്സിൽ എന്തൊക്കെ കീ ടേംസ് വരണം? അപ്പോൾ വളരെ ഓർത്ത് നോക്കുക, എന്തൊക്കെ കീ ടേംസ് വരണം. ഇത് നിങ്ങൾ കണ്ടെത്താൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോയിൽ മാർക്ക് കുറയില്ല. 60+ ഒക്കെ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട്. ഇപ്പം ഞങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. സി എക്സാമിനേഷൻ അല്ലെങ്കിലും CS അറിയാൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് ലോ പേപ്പർ നല്ലപോലെ നിങ്ങൾക്ക് അറിയാം. അവിടെ കുറച്ചും കൂടെ എന്താണ്, നമ്മൾ ലോ വളരെ കൃത്യമായിട്ട് എഴുതണം. സോ അതെങ്ങനെയാണ് നമ്മൾ സാധാരണ എഴുതുന്നത്? അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ ഇപ്പം ഞാനൊരു ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്റർ ഒരു കോൺസെപ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്മോൾ കമ്പനി പഠിക്കുന്നത്? ആസ് ഇറ്റ് ഈസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്മോൾ കമ്പനി മീൻസ് അതർ ദാൻ പബ്ലിക് കമ്പനീസ്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, എവറിത്തിങ്, റൈറ്റ്? സോ അത് നമ്മളിങ്ങനെ സ്വന്തം വാക്യത്തിൽ എഴുതുന്നു. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം വാക്യത്തിൽ എഴുതുമ്പോൾ അതിനെങ്ങനെ എഴുതുന്നു? ഇപ്പം ഞാൻ ആദ്യം എഴുതുന്നു സ്മോൾ കമ്പനി. ഓക്കെ, അപ്പോൾ കുറച്ച് വീഡിയോ എന്താണ് ലാഗ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണുക. സ്മോൾ കമ്പനി. ഓക്കെ, എനിക്ക് സെക്ഷൻ അറിയില്ല, സെക്ഷൻ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തെഴുതുന്നു? അക്കോർഡിംഗ് ടു the Companies Act 2013. ഇത് ഒന്നാമത്തെ കീ ടെർമിനോളജി ആയോ? ഓക്കെ, ഒന്നാമത്തെ ഒന്നാമത്തെ കീ ടെർമിനോളജി ആയി. ഓക്കെ, അത് നമ്മൾ എഴുതി വെക്കുന്നു. ഇത് അണ്ടർലൈൻ ചെയ്യണോ സാർ? അത് വേണ്ട ആവശ്യമില്ല, കാരണം ക്വസ്റ്റ്യൻ അവിടെ തന്നെ ഉണ്ടാകും. ഓക്കെ, നമുക്കറിയാം 2 ക്രൈറ്റീരിയയിലാണ് സ്മോൾ കമ്പനി ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ 2 സബ്സെക്ഷൻ 85 എന്ന് എഴുതിയാൽ ഇറ്റ്സ് ഗ്രേറ്റ്. നമുക്ക് ആസ് ഇറ്റ് ഈസ് അറിയില്ല, സോ നമ്മൾ എഴുതുന്നില്ല. അക്കോർഡിംഗ് ടു അല്ലെങ്കിൽ ആസ് പെർ കുറച്ചും കൂടെ റിലവൻ്റ് ആയിരിക്കും. അക്കോർഡിംഗ് ടു കുറച്ചും കൂടെ നമുക്കൊരു ജനറൽ ആയിട്ട് പറയുന്ന ഒരു വേർഡാണ് അക്കോർഡിംഗ് ടു. അതിൽ കൺഫ്യൂഷൻ ആക്കേണ്ട. അക്കോർഡിംഗ് ടു നമ്മുടെ അക്കോർഡിംഗ് ടു 2 ക്രൈറ്റീരിയ ആണ്. ഓക്കെ, എന്തൊക്കെ നമുക്കറിയാം? നമുക്ക് കണ്ടന്റ് അറിയാം. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്താ പറയുക, ആക്ടിൽ 50 lakh, പിന്നെ അത് 2 crore വരെ പോകാം. പിന്നെ ടേൺ ഓവർ എന്താ പറയുക, നമുക്ക് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 lakh to 2 crore to 100 crore വരെ ആകാം. പിന്നെ പുതിയ അമെൻമെന്റിൽ എന്താണ് 4 crore to 40 crore നമുക്കറിയാം. അത് നടുക്കൊരു ആൻഡ് ഉണ്ടെന്ന് പറയാം. ഇത് നമ്മളിപ്പോൾ എഴുതുന്നു. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ എഴുതുന്നു. ഓക്കെ, ഒന്നാമത്തെ നമ്മൾ എഴുതുന്നു. അപ്പോൾ എന്തൊക്കെ നമ്മളോട് പറയണം? ഒന്നാമത്തെ നമ്മൾ എഴുതുന്നു. ഓക്കെ, സ്മോൾ കമ്പനി മീൻസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 50 lakh or less, 50 lakh or less, or higher amount as per rule 20 crore. Okay, and turnover
ഓക്കെ 20 crore. Higher amount as may be prescribed 10 crore. തെറ്റിപ്പോയി. ഓക്കെ, ടേൺ ഓവർ മറ്റേ എന്താണ് ആസ് പെർ ദി ഇമ്മീഡിയറ്റ്ലി പ്രീസീഡിംഗ് പ്രീവിയസ്, അത് ഓർമ്മ വരുന്നില്ല നമുക്ക്. ടേൺ ഓവർ 2 crore or less, അതായത് നോട്ട് എക്സീഡിംഗ് ആണ്, ഓർ ഹയർ എമൗണ്ട് 100 crore ആസ് പെർ റൂൾ. ഈ ആസ് പെർ റൂൾ ഞാൻ എഴുതാൻ കാരണം എന്താ, ആസ് മേ ബി പ്രിസ്ക്രൈബ് ചിലപ്പോൾ ഓർമ്മ വരില്ല, അതുകൊണ്ട് ആസ് പെർ റൂൾ ഓക്കെ എഴുതി. ഇനി അമെൻമെൻറ്റ്, ന്യൂ അമെൻമെൻറ്റ് 2022. ഓക്കെ, ഞാൻ ഒറ്റ സ്പീഡ് എഴുതുന്നു. ഒന്നാമത് ന്യൂ അമെൻമെൻറ്റ്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ നോട്ട് മോർ ദാൻ 4 crore, അതായത് അവൾ അങ്ങനെ എഴുതുവാണെങ്കിൽ 4 crore ഓർ ലെസ്. ഓക്കെ, സെക്കൻഡ് വൺ ടേൺ ഓവർ, ഇങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ, ടേൺ ഓവർ എന്ന് എഴുതിയാലേ ലെസ് ദാൻ 40 crore ഓർ ലെസ് ദാൻ. ഓക്കെ ആയി. ഓക്കെ, അമെൻമെൻറ്റ് 2022 എന്ന് എഴുതിയാലും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഉദ്ദേശിച്ച കാർഡെല്ലാം വന്നിട്ടില്ലേ, വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, അയ്യോ ഇതൊക്കെ എഴുതി വരുമ്പോൾ എന്താണ്, ഡസ് നോട്ട് എക്സീഡ് ആസ് പ്രിസ്ക്രൈബ്ഡ്, നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേപോലെ എഴുതിയാൽ ഇറ്റ് ഈസ് സച്ച് എ ഗ്രേറ്റ് തിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതേപോലെ എഴുതിയാൽ നമുക്ക് എന്താണ്, ഇപ്പം നമ്മൾ ഇതേപോലെ എഴുതിയാൽ ഇതിപ്പോൾ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 മാർക്ക് കിട്ടും. കാരണം അതേപോലെ എഴുതിയിട്ടുണ്ടല്ലോ. നമ്മൾ എത്ര സ്വന്തം വാക്യത്തിൽ എഴുതുന്നു അത്രയും മാർക്ക് കുറയും. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മാക്സിമം എന്താണ്, ഇവിടെ വരേണ്ട കീ ടെർമിനോളജീസ് എന്താണ്, കൃത്യമായിട്ട് വന്നിട്ട് ഉറപ്പുവരുത്തുക. 50 lakh സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, കാരണം റൂൾസിനാണ് പവർ, ആ റൂൾസ് അവൻ താഴെ അപ്ലൈ ചെയ്യുന്നത്. നോട്ട് മോർ ദാൻ 10 crore. പിന്നെ എന്താണ്, ആൻഡ്, ഇതൊക്കെ എന്താണ് കീ ടേംസ് ആണ്. അപ്പം ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. വേറെ ഏതെങ്കിലും എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ റാൻഡമായിട്ട് ഇനി മുന്നോട്ട് കൊണ്ട് പോവുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ എഴുതണം. സബ്സിഡറി കമ്പനി കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് സബ്സിഡറി കമ്പനി. ഓക്കെ, സബ്സിഡറി കമ്പനി ഇത് ഭയങ്കര കൺഫ്യൂഷനാണ് സാർ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻ റിലേഷൻ ടു വൺ അതർ കമ്പനി മീൻസ് ഇത്രയേ ഉള്ളൂ. എന്താണ്, അപ്പോൾ അതും കൊണ്ടൊന്ന് ചുമ്മാ എഴുതുകയാണെങ്കിൽ ഓക്കെ, സബ്സിഡറി കമ്പനി എന്ന് എഴുതുന്നു. സെയിം ആസ് അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 2013. ഓക്കെ, ഇറ്റ് മീൻസ് where a holding company controls, where a holding company controls, first one, more than 50% of share capital or voting right, or controls composition of board of directors. What is meaning of composition എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ control എന്ന് പറയുമ്പോൾ appoint, remove majority of directors. ഓക്കെ, ഇത്രയെങ്കിലും എന്താണ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് സംഭവം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുമ്പോൾ നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് കീ ടെർമിനോളജീസ് നമ്മൾ എഴുതണം. ഇപ്പോൾ 50% ഇമ്പോർട്ടൻ്റ് ആണ്, ഹോൾഡിംഗ് കമ്പനിയാണ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, കമ്പനീസ് ആക്ടിലാണ് കാരണം കമ്പനീസ് ആക്ടിന് വലിയ റിലവൻസ് ഒന്നുമില്ല. കാരണം ആ ക്വസ്റ്റ്യൻസ് എല്ലാം കോർപ്പറേറ്റ് ലോ അണ്ടർ തന്നെ വരുന്നതാണ്. കാരണം നമുക്ക് കോർപ്പറേറ്റ് ലോ അതർ ലോസ് ഉണ്ടല്ലോ, അതുകൊണ്ട് കമ്പനീസ് ആക്ട് എന്ന് എഴുതിയത് കൊണ്ട് വലിയൊരു സംഭവമല്ല. ഓക്കെ, ഇനി സെക്ഷൻസ് എഴുതി കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ എന്താണ് 287 എഴുതി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ കോമ്പോസിഷൻ, ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. നമ്മൾ ആ മോർ ദാൻ 1/2 കുറച്ചും കൂടെ മോർ ദാൻ 50% ഓർമ്മ നോക്കാൻ നല്ലപോലെ ഓർമ്മ നിൽക്കും. ചില കാര്യം നമുക്ക് നല്ലപോലെ ഓർമ്മ നിൽക്കും മോർ ദാൻ 50%. അപ്പോൾ അങ്ങനത്തെ കാര്യം എന്താണ് നമ്മൾ മാക്സിമം കണ്ടെത്തിയിട്ട് അതെങ്കിലും, അതുകൊണ്ടാണ് നിങ്ങളുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് നോക്കി അവർ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നോക്കി നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ കുറച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ ചാപ്റ്റർ നോക്കുമ്പോൾ എന്താണ് കേട്ടോ, ഇപ്പോൾ നമ്മൾ നോമിനിയുടെ കാര്യം പറയുകയാണെങ്കിൽ സോൾ മെമ്പർ സീസസ് ആൻഡ് നോമിനേറ്റ് വിത്തിൻ 15 days. ഇതൊക്കെയാണ് കീ ടെർമിനോളജീസ്. ബാക്കി നിങ്ങൾക്കെല്ലാം സാധാ ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതിലിവിടെ ആരും ഒരു പ്രശ്നവും പറയുന്നില്ല.
പക്ഷേ കണ്ടന്റ് വളരെ കൃത്യമായിരിക്കണം. അതിൻ്റെ ഓർഡർ അറേഞ്ച് ചെയ്യുന്ന രീതി, പാരഗ്രാഫ്, ഒരു ലൈൻ വിടുന്നു, അതിനുശേഷം എന്താണ് ഫുൾ സ്റ്റോപ്പ് നല്ലപോലെ വിടുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു. ഇതൊക്കെ വളരെ നല്ലൊരു കോൺസെപ്റ്റ് തന്നെയാണ്. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എന്താണ് നമ്മളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഒരു ഐഡിയ കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലപോലെ നിങ്ങൾ പഠിക്കുക. ഈ വീഡിയോ എന്താണ് ഇങ്ങനെ കുറേ കഷ്ടപ്പെടുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് ഷെയർ കൊടുക്കുക. അപ്പോൾ ചെറിയൊരു ഐഡിയ അവർക്കും കിട്ടും. ഇപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നത് വരെയും ഓൾ ദ വെരി ബെസ്റ്റ്.